പുതിയ ഹൗസ് മേറ്റ്സ് വന്നപ്പോൾ രേണു ശരിക്ക് അടി വാങ്ങുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രേണുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. രേണു എങ്ങനെയൊക്കെ എതിർത്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മസ്താനിയുടെ മുമ്പിൽ രേണു അടപടലം തെറ്റി വീഴുന്നുണ്ട്. എനിക്ക് അതിനേക്കാൾ ഉപരി ഇഷ്ടപ്പെട്ടത് ജിസിൻ്റെ കളിയാക്കലാണ്. ജിസിൻ പറഞ്ഞൊരു കാര്യം, അതായത് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് പേരിൽ, ഈ മൂന്ന് സംഗതി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതായത് ഇവിടെ നിൽക്കുന്നവർ ഗ്രൂപ്പിസം ഉണ്ടോ, ഗ്രൂപ്പിസം ഉണ്ടെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് അതിനെ എതിർക്കാതെ നിൽക്കുന്നവർ, ഒന്നിനും കൊള്ളാതെ നിൽക്കുന്ന ഒരാൾ. ഈ മൂന്ന് പേരെ സജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ രേണുവിനെ പറയുന്നുണ്ട്. രേണുവിനെ പറയുമ്പോൾ രേണു തിരിച്ചു പറയുന്ന ഒരു കാര്യവുമുണ്ട്. അത് മാത്രവുമല്ല, രേണുവിനെ കളിയാക്കുന്ന ഒരു രീതിയുണ്ട് ജിസിൻ. സുചേട്ടാ ഞാൻ എത്തി, ആ ഒരു ടൈം അത് ശരിക്കും പറഞ്ഞാൽ ശരിക്ക് നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും രേണുവിനിട്ടൊരു നല്ല കുത്താണ് ആ കൊടുത്തതെന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ ഉള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിയുമായിട്ട് പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത്. മസ്താനി പറയുന്ന ഒരു കാര്യത്തിൽ അവൾ പിടിവിട്ടു പോകുന്നുണ്ട്. ഔട്ട്സൈഡ് അവൾക്കെതിരെയുള്ള എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മസ്താനി അവളുടെ വാക്കുകളിൽ കൂടെ പറയുന്നുണ്ട്. ബാക്കിയുള്ളവർ മൗനമായിട്ടിരിക്കുന്നതിൻ്റെ റീസണും അതാണ്. അല്ലെങ്കിൽ രേണുവിന് വേണ്ടി സംസാരിച്ചേനെ. രേണു കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നോമിനേഷനെ രേണു എന്നെ ഞെട്ടിച്ചുവെങ്കിലും ബാക്കിയുള്ള കാര്യത്തിൽ രേണു വിട്ടുപോയി. രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ രേഷ്മയ്ക്ക് അത് ദേഷ്യം ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിച്ചാണ് മസ്താനി അത് ചെയ്യുന്നത്. പുറത്തുനിന്ന് മസ്താനി കണ്ടിട്ട് വന്ന സർവത്ര കാര്യങ്ങളും ഛർദ്ദിച്ചവിടെ ഇട്ടിട്ടുണ്ട്. അത് നല്ലൊരു അറ്റംപ്റ്റ് തന്നെയാണ്. രേണുവിനെ ഒന്ന് ചൊടിപ്പിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, രേണുവിനെ കൊണ്ട് ഒന്ന് സംസാരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതും ഒരു വലിയ പ്ലസ് പോയിൻ്റാണ്. പക്ഷേ രേണു ശരിയാണോ തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു അവിടെ തുടർന്ന് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരാളുടെ സ്പേസ് അതിനെടുക്കണം. ആൻഡ് പലരും പറയും നമുക്ക് അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് കണ്ടിട്ട് അസൂയാണ്. ഒന്നുമല്ല, അതൊരു പ്ലേ ആണ്, അതൊരു പ്ലേയിങ് ഇതാണ്. അതിനകത്തേക്ക് പോയിട്ട് നിങ്ങൾ സൈലൻ്റായിട്ട് ഇരിക്കാനല്ലല്ലോ പോയത്. ആ സ്പേസ് മറ്റൊരാൾക്ക് കൊടുക്കുന്നില്ല നല്ലത്. ഈ ഒരു വൃത്തികെട്ട രീതിയിൽ അവിടെ കയറി കുത്തിയിരുന്ന് തിന്നുക, കുടിക്കുക, ഉറങ്ങുക, മലന്നങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് വന്ന് പറയുന്നതാണ് മസ്താനി, ഇതാണ് അങ്ങോട്ട് സുഖാഭാസത്തിന് വന്നതാണല്ലേ എന്ന്. അതും ആളുകൾ കളിയാക്കുമ്പോഴും അവൾക്ക് മനസ്സിലാകുന്നില്ല അവളെ കളിയാക്കുകയാണെന്ന്. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാമെന്നുള്ള രേണു സുധിയുടെ ആ ധാർഷ്ട്യത്തിനെയാണ് മസ്താനി പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നത്. നമുക്കാർക്കും അറിയത്തില്ല കേട്ടോ ഇവരാണ് അവിടെ പോകുന്നതെങ്കിൽ കാര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമായിരുന്നു. പുറത്തേക്ക് അവൾ വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കൂടെ നിൽക്കുന്നവരെ എല്ലാം കുതികാല് വെട്ടും എന്നുള്ള സൂചനയും അവരിൽ ഒരാൾ കൊടുക്കുന്നുണ്ട്. ആരെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ പറയുന്നുണ്ട് രേണു സുധി എത്രയും പെട്ടെന്ന് ഇവിടെ ഇറക്കി വിടണം, എന്നാൽ മാത്രമേ പുറത്ത് പോയിട്ട് ബിഗ് ബോസിനെതിരെ പറയുള്ളൂ. ബിഗ് ബോസ് അത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. പുറത്ത് വന്നാൽ അവൾ തീർച്ചയായിട്ടും ബിഗ് ബോസിനെതിരെ പണി കൊടുക്കും എന്നുള്ള തർക്കമേ ഇല്ല. പിന്നെ വേറൊരു കാര്യം മസ്താനി പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കള്ളമല്ലേ, നിങ്ങൾ പഠിച്ച കാര്യം അത് കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ ത്രൂ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആപ്റ്റായിരുന്നു തന്നെ. നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം വേറെ, ഇവിടെ പറഞ്ഞൊരു കാര്യം വേറെ എന്ന് കൃത്യമായിട്ട് റെഫർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു. പക്ഷെ അതങ്ങനെ പറയാതെ മറ്റൊരു രീതിയിലാണ് അത് അവതരിപ്പിച്ചത്. അത് ശരിയായില്ല എന്നാണ് എൻ്റെയും അഭിപ്രായം. എന്തായാലും രേണുവിന് നല്ല നെറ്റിയടി തന്നെയാണ് മസ്താനി കൊടുക്കുന്നത്. നല്ലൊരു കോമ്പറ്റീറ്ററായിട്ട് മസ്താനി അവിടെ ഉണ്ടാകും. ഒന്നുകിൽ രേണു മര്യാദയ്ക്ക് കളിക്കുക, അല്ലാച്ചാൽ ക്വിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്താണ് രേണുവിനെ അവിടെ കൊണ്ടാക്കിയത്. ഒന്നിലും കൂടാതെ മാറി നിൽക്കുന്ന ഒരു ഒറ്റപ്പെടൽ ഗെയിമാണ് അവിടെ കളിക്കുന്നത്. ആരും രേണുവിനെ തൊടുന്ന പോലുമില്ല. അനീഷ് മാത്രമാണ് ടച്ച് ചെയ്തത്. അപ്പോൾ പിന്നെ അനീഷിൻ്റെ അടുത്ത് പാവക്കുട്ടി കളിക്കുന്നതാണൊക്കെ കിയാ 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 എന്ന് കൂവുന്നതല്ലാതെ ഒന്നുമില്ല. ഒരു കോൺട്രിബ്യൂഷനും നടത്താതെ ഒരു ഷോയ്ക്കകത്ത് കയറി അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ച് നിൽക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. രേണു പടകൾ ഇവിടെ വന്ന് തെറി എഴുതി വെക്കേണ്ട. നിങ്ങളുടെ ക്വാളിറ്റിയും സംസ്കാരത്തിലേക്കൊന്നും ഇറങ്ങി വരാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ മറുപടിയൊന്നും ഉണ്ടാവത്തില്ല. വേറൊരുത്തൊരു മൂലയിരുന്നു കൊണ്ട് രേണുവിന് PR വർക്ക് നടത്തുന്നുണ്ടല്ലോ, പിറ്റി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുറച്ചെങ്കിലും ബോധമുള്ള സ്ത്രീയാണെന്ന തോന്നലുള്ള ഒരുത്തിക്ക് പോലും രേണുവിനെ പോലൊരു വൾഗർ പെണ്ണുമ്പിളെ സപ്പോർട്ട് ചെയ്യാനോ ഒരിക്കലും അവർക്ക് വേണ്ടി PR വർക്ക് ചെയ്യാനോ തോന്നില്ല, ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഓരോരുത്തരുടെ മാനദണ്ഡം, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, പൈസ കിട്ടുന്നത് കൊണ്ടായിരിക്കാം. ഇപ്പോൾ നിമിഷ ബിജു വന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, രേണുവിനെ പറ്റി സപ്പോർട്ട് ചെയ്യണമെന്ന്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കേൾക്കാം ആ വിഷയം. നിമിഷ ബിജു അത് കൃത്യമായി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ താങ്കളുടെ ലൈവിലെ ഒരു കട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലാണ്. അതായത് രേണു സുധി ഒരു ആളുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു, അയാൾ ഗർഭം ധരിക്കുകയും അതിനകത്ത് അബോർഷൻ ചെയ്തു എന്നൊക്കെ. ഇപ്പൊ ബന്ധം ഉണ്ടാവുക പറഞ്ഞാല് നോർമലി അതൊന്നും തെറ്റുള്ള കാര്യമൊന്നുമല്ല. അത് എന്താ പറയാ, നമ്മളിപ്പോ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം അതൊക്കെ ഓരോ ആൾക്കാരെ മെന്റാലിറ്റി അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ മൈൻഡാണ്. എനിക്ക് ചിലപ്പോൾ അതിന് താല്പര്യം ഉണ്ടായിരിക്കില്ല. നമുക്ക് വേറെ ഒരാളെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരാളോട് പോകാൻ നമുക്ക് താല്പര്യം ഉണ്ടാവത്തില്ല. പക്ഷെ ആ നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അതാ ഇഷ്ടമെങ്കിൽ അവർ ജീവിക്കും. നമ്മൾ അവർ ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ അറിഞ്ഞു. ഞാൻ ഈ സംഭവം അറിഞ്ഞതാണ്, അന്നേ ഞാനിത് അറിഞ്ഞതാണ്.
അതുപോരാതെ ഇവർ ഇൻബോക്സിലും മെസ്സേജിലൊക്കെ വന്നിട്ട് നമുക്ക് ഈ PR വർക്കർ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹനാൻ പറഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവത്തിൽ പറഞ്ഞ് ഞാനിങ്ങനെ അറിഞ്ഞായിരുന്നു, എന്നോട് ഇതുവരെ ചേച്ചി പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ലൈവിൽ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല KHDC ഫിറോസ് 8 അതെ, ഞാൻ കണ്ടായിരുന്നു. അറിഞ്ഞിരുന്നു, അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ, എനിക്ക് എന്നോട് അങ്ങനെ ഒന്നും പറയുന്നത് ഈ ചേച്ചി എന്റെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ലൈവിൽ വന്നിട്ട് ഇവന്മാർ പറഞ്ഞു എന്നാ പിന്നെ എന്റെ കയ്യിൽ കുറച്ച് തരും, ഞാനും അതങ്ങ് കാണിക്കാൻ പോവാണെന്ന്. ഞാൻ അവരിട്ട കമന്റിൽ ഞാൻ അങ്ങോട്ട് ദേഷ്യത്തിൽ അങ്ങോട്ട് പറഞ്ഞതാ, അല്ലാതെ എനിക്ക് ഇവിടെ തേജോവധം ചെയ്യണമെന്നില്ല. പക്ഷെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒരു കാര്യം ഒരിടത്ത് പറഞ്ഞ് അത് പറഞ്ഞതുപോലെ ചെയ്യാം, അല്ലാതെ എനിക്കിതിന്റെ പുറകെ പോകാൻ നേരമില്ല. രേണു എന്നൊരു പറഞ്ഞൊരു വ്യക്തിനെ കൊണ്ട് എനിക്ക് റീച്ച് വേണ്ട, ഞാൻ വിട്ട കേസാണ്. പിന്നെ നിങ്ങളെ ചോദിച്ചതിന്റെ പേരിലാണ് ഞാൻ പിന്നെ അത് റീസെന്റ് വൈറലായത് ഇപ്പം രേണുസുതിയുടെ അബോർഷൻ പറഞ്ഞിട്ടാണ്. ഭയങ്കര വൈറലായെന്ന് വെച്ചാൽ നിങ്ങൾ ലൈവിൽ പറഞ്ഞൊരു വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു അമർഷത്തിന്റെ പുറത്ത് പറഞ്ഞു ഇറിറ്റേറ്റ് ചെയ്യുവാണ് നമ്മളെ വന്നിട്ട്, നിന്നെ ഭീഷണിപ്പെടുത്തുവാണ് നിന്നെ വന്നിട്ട്, നീ ഞങ്ങൾ ചെയ്യടി, നീ രേണുസുതി ഞാൻ നിന്റെ പിന്നെ ഇത് എന്റെ ലൈവാണ്. നിങ്ങളെ ലൈവിലൊന്ന് രാത്രി 9 മണിക്ക് ലൈവിൽ ഒന്ന് കയറി നോക്ക്, ഒരു ദിവസം അതിനകത്ത് ഒരു 100 കമന്റ് വരും, രേണു വോട്ട് ചെയ്യണു. ബിഗ് ബോസ് കാണാറുണ്ടോ വോട്ട് ആർക്കാ? രേണുവിനല്ലേ. പിന്നെ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ തമ്മിൽ. പറയാൻ തോന്നുന്ന കാര്യങ്ങൾ പറയണ്ടേ, അതിനൊക്കെ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ എന്താണെന്നറിയാമോ, തമ്മിൽ തല്ലിക്കണം. ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് നിൽക്കുവാണെങ്കിൽ അതിന്റെ ഇടയിൽ കുത്തി തുറന്ന് കയറിയിട്ട് അടിച്ച് പിരിഞ്ചു, എല്ലാവരും അടിച്ച് പിരിഞ്ചു അങ്ങോട്ട്. ഇനിയിപ്പോ അടിച്ച് പിരിഞ്ചാലും ഇപ്പൊ അവൾ എന്നോട് മിണ്ടിയാലും എന്നോട് മിണ്ടിയില്ലല്ലോ, എനിക്കൊരു തേങ്ങാക്കൊല ഇല്ല. എനിക്ക് രേണുസുതി അല്ലേ ചെലവ് തരുന്നത്, എനിക്ക് ചെലവ് തരുന്നത് യൂട്യൂബ് മൊല്ലാളി ഗൂഗിൾ മാമന്റെ വാക്ക് ഞാൻ കേട്ടാ പോരെ. പിന്നെ എനിക്ക് ഇവിടെ എന്റെ മുന്നിൽ രേണു ഒന്നും അല്ല, കാരണം എനിക്ക് എന്നൊരു ഇതുപോലെ വിളിച്ച് ജസ്റ്റ് നീ വരണേന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ആരും ഇല്ല, വേറെ അയൽവക്കക്കാർ പോലും ആ പരിപാടിക്കില്ല. അവളാ ചെയ്ത പ്രോഗ്രാമിൽ ചെയ്ത കുറച്ച് മറ്റേ ക്യാമറമാൻ അങ്ങനത്തെ ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ഇതെന്താണ് സുധിച്ചേട്ടൻ ഇത്രയും വലിയ സംഭവമായിട്ട് സുധിച്ചേട്ടന്റെ വീട്ടിൽ ഒരാൾ പോലും ഇല്ല, ഞാൻ തന്നെ വിചാരിച്ചു. അപ്പൊ ഞാൻ അത്രയും റിസ്കിൽ അവളെ ഞാൻ ചേർത്ത് പിടിച്ചു. പിന്നെ ഇങ്ങനെ വന്ന ഇമ്മാതിരി തോന്നിയ മാസങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ലൈവ് ഇങ്ങനെ വലിച്ചു പറയുമ്പോഴത്തേ നമുക്ക് ദേഷ്യം വരില്ലേ. പിന്നെ അബോട്ടിന്റെ കാര്യം ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞു, ആ ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഹനാൻ പറഞ്ഞപ്പോൾ ഞാൻ അപ്പൊ ശരിയാണല്ലേ എന്നുള്ളൊരു മൈൻഡിൽ എന്റെ വന്നു. അപ്പൊ ലൈവിൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഇനി വേറെ എന്തെങ്കിലും ഞാൻ ശരിയാക്കി തരാമെന്ന്. എന്നിട്ട് വിധവകൾക്ക് വേണ്ടി ഇവിടെ എന്ത് ചെയ്തു? ഈ വിധവകൾക്ക് വേണ്ടി വന്നു എന്ന് പറയുന്നില്ലേ, ഇപ്പൊ ഈ വിധവകൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഈ വിധവകൾക്ക് വേണ്ടി എന്ത് ചെയ്തു അല്ലെ, നിങ്ങൾ പറയുമ്പോ പറയണല്ലോ. കാശ് കൊടുത്ത ആളെ വെച്ച് കാര്യങ്ങൾ സാധിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ട് കഥകൾ എന്നുള്ളതാണ് കഷ്ടം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. രേണു ഇത്രയും ചീപ്പ് പ്ലേ ഒക്കെ കളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അത്ഭുതം തോന്നുന്നു. എന്ത് വൃത്തികെട്ട സാധനമാണോ എന്തോ എനിക്കറിയില്ല, അത് കൂടുതലൊന്നും പറയാനില്ല. നിമിഷ പറഞ്ഞ കാര്യങ്ങൾ അഡ്ജസ്റ്റഡ് ആണല്ലോ, കൂടെ നടന്ന കൂട്ടുകാരികളാണല്ലോ, അവർക്ക് കാര്യങ്ങൾ അറിയാമായിരിക്കും. ഇത് ആദ്യം പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് താഴെ വന്ന കമൻസ് ഒന്നും കയ്യും കണക്കില്ല, കേസ് വരും അത് വരും ഇത്. നിങ്ങൾ കേസ് കൊണ്ട് കൊടുത്താൽ ഏത് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടെത്തി കൃത്യമായ എവിഡൻസ് കൊണ്ടുവന്ന് കഴിക്കും എന്നതിനപ്പുറം വേറെ പരിപാടിയൊന്നും അതിനകത്ത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ കേസൊക്കെ പറഞ്ഞ ആളുകളെ ഒതുക്കാമെന്ന് വിചാരിക്കുന്നതൊക്കെ തെറ്റായ ധാരണയാണ്. ഇത്തരത്തിൽ വൾഗറിസം കാണിച്ചിട്ട് വീണ്ടും രേണുശുതി എന്ന് പറയാൻ നാണമില്ലേ? ശുതിച്ചേട്ടനെ വിളിക്കരുത്, എൻ്റെ മക്കളെ ശുതിച്ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഇത്തരം ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും ആളുകളെ പറ്റിക്കാനാണ് പ്ലാനെങ്കിൽ ഇനി ഇറങ്ങിപ്പോരെ, ബാക്കി ഇവിടെ വരുമ്പം ഞങ്ങൾ തീർത്ത് തരുന്നുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.